ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു അടിപൊളി തക്കാളി വെച്ചിട്ടുള്ള മോരുകറിയുടെ റെസിപ്പി നോക്കിയാലോ. നല്ല ടേസ്റ്റായിട്ട് ആ തക്കാളിയുടെ ഒരു മണവും ഒക്കെ ആയിട്ട് നല്ലൊരു വെറൈറ്റി മോരുകറിയുടെ ആണ്. എപ്പോഴും നമ്മൾ വെക്കുമ്പോൾ മറ്റേ മോര് കാച്ചുമ്പോൾ അതിനേറ്റ് ഒരു വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ വെക്കാൻ പറ്റിയ ഒരു മോരുകറിയാണ്. ഇപ്പം നമ്മുടെ അടുത്ത് സവാളയൊന്നും ഇല്ലെങ്കിലും സവാളയൊന്നും ആഡ് ചെയ്യേണ്ടതിൽ ആവശ്യമില്ല. നമ്മൾ മറ്റേ മോര് കാച്ചുമ്പോൾ അതിൽ സവാളയൊക്കെ ആഡ് ചെയ്യണമല്ലോ. ഇതിൽ സവാളയൊന്നും വേണ്ട, ഇല്ലെങ്കിലും വെക്കാൻ പറ്റിയ ഒരു മോരുകറിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തക്കാളി വെച്ചിട്ടുള്ള ഒരു മോരുകറിയുടെ റെസിപ്പി നോക്കിയാൽ. അപ്പോൾ ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം വലിപ്പം എന്ന് പറയാം. അതേപോലത്തെ 2 തക്കാളി, പിന്നെ കുറച്ച് ഇഞ്ചി ഇങ്ങനെ കൊത്തി അരിഞ്ഞതാണ്, ഒരു ചെറിയൊരു പീസ് മതി. പിന്നെ വെളുത്തുള്ളി വലുതായ കാരണം ഒരു അല്ലി ഇട്ട്, ചെറുതാണെങ്കിൽ 2 എണ്ണം മതി, കൂടണ്ട. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നന്നായി ഇങ്ങനെ കൊത്തി അരിയണം കേട്ടോ. പിന്നെ തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കാം നമുക്ക്. തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഇങ്ങനെയാട്ടോ, നീളത്തിലാണ്, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അരിയാം. ഇതൊരു വാട്ടിയെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിനി മോര് കാച്ചാൻ തുടങ്ങാം. മോര് കാച്ചാൻ വെക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് ശരിയാക്കാം. ഞാനിപ്പോൾ ഇവിടെ എന്താ പറയുക, മിൽമയുടെ ഒരു ബോട്ടിലുള്ള കട്ടി മോര് എന്ന് പറഞ്ഞ് കിട്ടൂല, അതാണ് ഒരു ബോട്ടിൽ എടുത്തിട്ടുള്ളത്. അത് എടുത്തിട്ട് ഇങ്ങനെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇത് വെച്ചൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ചും കൂടി ഇതിലൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് മോരാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ഞാനിതിൽ ഒഴിച്ചിട്ടുള്ളത് തിളപ്പിച്ച വെള്ളം കേട്ടോ. സാധാ ഈ മോരിനെ നമ്മൾ തിളപ്പിക്കുക അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. അപ്പം നല്ല വെള്ളം എടുക്കണം. ഇതിപ്പോൾ മിക്സായിട്ടുണ്ട്. മിക്സിയിൽ വേണമെങ്കിൽ അടിക്കാം, പക്ഷേ മിക്സിയിൽ അടിക്കുമ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ ഇത് വരുന്ന പോലെ തോന്നും. അപ്പോൾ അതിനായിട്ടും ഇതൊരു സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്ക് മോര് കാച്ചാട്ടോ. അപ്പം ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്താൽ മതി കേട്ടോ. പാൻ ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ആദ്യം, ഇത് വാടാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. പിന്നെ നമുക്ക് കടുക് വറക്കണം, അപ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കാം കേട്ടോ. ഇപ്പോൾ കുറച്ച് ഒഴിച്ചാൽ മതി, ഇതൊക്കെ ഒന്ന് വാടി വരാനുള്ളത്. വെളിച്ചെണ്ണയൊന്ന് ചൂടായിട്ട് നമുക്ക് ഇനി ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക്, കറിവേപ്പില, ഇതൊന്ന് വാടി വന്നിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ കേട്ടോ. അധികം കളറൊന്നും മാറരുത്, ഇത്ര മതി. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരണം. ഒന്നൊന്ന് അവിടെ എടുക്കട്ടെ. അങ്ങനെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം തീ സിമ്മിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരണം. ഒരു എന്താ പറയുക, ഒരു പച്ചക്കുത്തുണ്ടാവില്ല തക്കാളിക്ക്, അതൊന്ന് പോകണം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഒന്ന് ഏകദേശമൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. എന്നാലും കുറച്ച് നേരം കൂടി ഒന്ന് വാടട്ടെ. ഇങ്ങനെ ഒരു ഉടയണ പോലെ ആവണം കേട്ടോ നമ്മുടെ കഷ്ണമൊക്കെ. ഒന്ന് ആകെ തക്കാളിയാണല്ലോ, തക്കാളിയുടെ കുത്തു നിന്നാൽ നമ്മുടെ മോരുകറിക്ക് ടേസ്റ്റ് പോവും. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഉടഞ്ഞ് ഇതാവട്ടെ കേട്ടോ. ഇടയ്ക്കൊന്ന് അടച്ചു വെച്ചാൽ തുറന്ന് ഇളക്കി കൊടുത്തോളാം, അല്ലെങ്കിൽ പിന്നെ ഇത് അടിയിൽ പിടിക്കും. ഒന്നും കൂടി ആവട്ടെ കേട്ടോ. അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ, നമ്മുടെ അത് വെന്തോന്നുള്ളത്. അപ്പോൾ ഏകദേശം ഒന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ സിമ്മാക്കിയതിന് ശേഷം മോര് ആഡ് ചെയ്യാം കേട്ടോ. തീ എന്തായാലും ഒന്ന് സിം ചെയ്യണം കേട്ടോ. ഇനി ഇതിലേക്ക് മോര് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇതിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അത് മറന്നു ഞാൻ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് ആദ്യം ഇട്ട് കൊടുത്തോട്ടോ, ഞാൻ മറന്നതാണ്. ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്, കറി വെക്കുന്ന നേരത്ത് ചിലപ്പോൾ മസാല ദോശയ്ക്ക് ഇതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചവിടെ വയ്ക്കും, മുറക്കും ഇടാൻ. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം ഇട്ട് കൊടുത്തോ. ഇതൊന്ന് പച്ചക്കുത്ത് പോകണം കേട്ടോ. മഞ്ഞൾപ്പൊടിയുടെ. എപ്പോഴും എന്തുണ്ടാക്കുമ്പോൾ അടുപ്പിച്ച് വെച്ചിട്ടൊക്കെ തന്നെ ചെയ്യുക, എന്നാലും ചില നേരത്തെ അതൊക്കെ ഓരോന്ന് വിട്ടുപോകും. അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് മുമ്പ് ഇട്ട് കൊടുത്തതൊന്ന് കുത്തുപോലും. ഇപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് നേരം കൂടി ആ കുത്തൊന്ന് പോകണം എന്നുള്ളോ, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്ത് നിൽക്കും നമ്മുടെ കറിക്ക്.
ഇപ്പം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി മോര് ആഡ് ചെയ്യാം നമുക്ക്. മോര് നന്നായി ഉടച്ചതാവണം കേട്ടോ. ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സിമ്മാക്കണം, മറക്കരുത്. എന്നിട്ടൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. കട്ടകൾ ഇങ്ങനെ തക്കാളി ഇങ്ങനെ എന്തായാലും ഇങ്ങനെ ഒരു കട്ടയായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുത്തിരിക്കുക. ഇതിൽ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇത്തിരി കട്ടിയിലാണ് നിൽക്കണേ. അപ്പോൾ കുറച്ചും കൂടി ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. തിളപ്പിച്ച നല്ല വെള്ളം നോക്കിയിട്ട് ഒഴിക്കണം. നമ്മളിത് തിളപ്പിക്കണമൊന്നും അല്ലല്ലോ. ഇനി ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി മോരിഞ്ഞ്. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ. ഇത്തിരി ഉപ്പ് കുറവുണ്ട്. ഇപ്പോൾ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി ചെറുതായിട്ട് ഒരു തള വരുമ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം കേട്ടോ. മോര് കറി കാച്ചണ പോലെ തന്നെ ചെറുതായിട്ടൊന്ന് തിളയ്ക്കാനേ പാടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മോര് പിരിയാണ്ട് തീ സിമ്മിലിട്ടിട്ട് തന്നെ മോര് ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനത്തെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ പിരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ പോലെ ബബിൾസ് പോലെ വരുന്നുണ്ട്. അപ്പം ഞാനതൊന്ന് ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി ഇതൊന്ന് കടുക് വറുത്തെടുക്കണം. കടുക് വറുക്കാനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ചധികം വേണം കേട്ടോ, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ ആദ്യം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ കടുക്, അപ്പം ഞാനിതിൽ കടുക് പൊട്ടിച്ചു, പിന്നെ ഉലുവി ഇട്ടു. ഇത് ഓൺ ചെയ്യാൻ ഞാൻ മറന്നുപോയി. പിന്നെ ജീരകത്തിൻ്റെ പൊടി കുറച്ചിട്ട് കൊടുത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി നമ്മുടെ മോര് കാച്ചിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മോര് കാച്ചിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല മണമുണ്ട് കേട്ടോ. നമ്മളെ തക്കാളി വെച്ചിട്ടൊന്നും തോന്നില്ല പെട്ടെന്ന്. ഇപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ സവാളയൊന്നും ആഡ് ചെയ്യണില്ല. അപ്പോൾ സവാള ഇല്ലെങ്കിലും തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ വയ്ക്കാൻ പറ്റിയൊരു മോര് കറിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. ആ ചെറിയ തക്കാളിയുടെ ഒരു പുളി, മോരിൻ്റെ പുളിയൊക്കെ ആയിട്ട് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ്. പിന്നെ കുറച്ച് പഞ്ചസാര ഒന്ന് ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ. ആ പുളി മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മുടെ മോര് കറിക്ക്. അത് ഏത് മോര് കറി വെക്കുമ്പോഴും ലാസ്റ്റ് കുറച്ചിങ്ങനെ ആഡ് ചെയ്യണം, പഞ്ചസാര ആഡ് ചെയ്യണം നല്ലത്. പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര കേട്ടോ. ഇനി കുറച്ച് നേരം ഒന്ന് ഫുൾ അടക്കരുത്. ഇതിങ്ങനെ ഞാൻ അടച്ച് കുറച്ച് നേരം അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ കുറച്ച് നേരമൊക്കെ അടച്ച് വെച്ചൊന്ന് തുറക്കുന്നുണ്ട്. നമ്മുടെ തക്കാളി മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.